ഏകദേശം ഒരു വർഷത്തോളമാവുന്നു ഞാൻ ഈ ഐഫോൺ 14 പർച്ചേസ് ചെയ്തിട്ട്. അപ്പോൾ ഇത്രയും നാളും ഞാൻ ഉപയോഗിച്ച ഒരു ഡീപ്പായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ 13ഉം 12ഉം 14ഉം 15ഉം എല്ലാം ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ പാരലി ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. സോ എൻ്റെ അല്ല, എൻ്റെ ഫ്രണ്ട്സിൻ്റെ. ഓക്കെ, അപ്പോൾ ഞാൻ അതും ഇതുമായിട്ടൊക്കെ വെച്ചിട്ടുള്ള ഒരു കമ്പയർ ചെയ്തിട്ട് എടുക്കണോ വേണ്ടയോ, ബിഗ് ബില്യൺ സെയിലിൽ എടുക്കണോ, ഓഫറിന് എടുക്കണോ, ഓഫർ ഇല്ലാതെ എടുക്കണോ, വാട്ടെവർ നമുക്ക് നോക്കാം. ഞാൻ കൊട്ടക്കണക്കിന് കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സോ ഞാൻ അതെല്ലാം പറഞ്ഞുതരാം. ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ്, ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റ്, യൂസ് കേസ്, ഹാൻഡി, ആർക്കൊക്കെയാണ് ഇത് എടുക്കാൻ പറ്റുന്നത്, പോസിറ്റീവ്, നെഗറ്റീവ്, ഈ ഫോണിൽ നമ്മളിന്ന് കീറി മുറിച്ച് നമ്മളിതെല്ലാം പരിശോധിക്കുന്നതായിരിക്കും. ഇനിഷ്യലി ഏതൊരു ഫോൺ എടുത്താലും അതിന് ഒരു പോസിറ്റീവും നെഗറ്റീവും ഉണ്ടായിരിക്കും. സോ അത് ആ ഒരു ആസ്പെക്റ്റിൽ നിന്ന് തിരഞ്ഞെടുക്കുക. ദെൻ നിങ്ങളൊരു ഫോൺ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ഫോണിൻ്റെ ബ്രാൻഡ്, ഐഫോൺ എല്ലാവർക്കും ഐഫോൺ, അപ്പോൾ ഞാനും ഐഫോൺ എടുക്കാം എന്ന് തിങ്ക് ചെയ്യാതെ ആക്ച്വലി ഒന്ന് ആലോചിക്കുക, നിങ്ങൾക്ക് ഏത് ഫോണാണ് ആവശ്യം, എന്ന് തിങ്ക് ചെയ്ത് ആ ഫീച്ചേഴ്സ് എല്ലാം കവറപ്പ് ചെയ്യുന്നുണ്ടോ നോക്കി മാത്രം മേടിക്കുക. ഒരു ഐഫോണാണ്, നമുക്ക് എന്താ പിന്നെ ഒരു എക്സസ് എടുത്ത് കളയാം, ഒരു ഐഫോൺ 10 എടുത്ത് കളയാമെന്ന് പറഞ്ഞാൽ ഇപ്പം ആൻഡ്രോയിഡ് 15,000 രൂപ കിട്ടുന്ന പല ഫീച്ചേഴ്സ് പോലും അതിൽ നിങ്ങൾക്ക് ലഭിക്കില്ല. സോ അത് നിങ്ങൾ ബ്രാൻഡ് ബേസ് അല്ല, നിങ്ങളുടെ ഫീച്ചേഴ്സ് കവറപ്പ് ചെയ്യുന്ന ഒരു ബ്രാൻഡ് ചൂസ് ചെയ്യുക. ഓക്കെ, ഞാൻ ഈ ഏകദേശം ഒരു വർഷം എന്ന് പറയുമ്പോൾ ഏകദേശം 9 മാസമാണ് ഞാനിത് മേടിച്ചിട്ട് ഇന്നേക്കായിട്ടുള്ളത്. 9 മാസം കൊണ്ട് എൻ്റെ ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത് 89 പക്ഷേ ഇതേപോലെ തന്നെ ഒരു വർഷമായിട്ടും 90ൻ്റെ അകത്ത് നിൽക്കുന്നവരും കാണും. സോ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഏകദേശം ഒരാഴ്ചയ്ക്ക് ഡിഫറൻസ് ഉള്ള എടുത്തു. ഫ്രണ്ടിനും ഏകദേശം വ്യത്യാസമില്ല, എനിക്കൊരു ശതമാനം കുറയുമ്പോൾ ആ ഒരു ഫ്രണ്ടിന് ഒരു ശതമാനം ഒരു 2 ആഴ്ച 3 ആഴ്ചയ്ക്കുള്ളിൽ കുറയും. സോ അങ്ങനെ കുറഞ്ഞു വന്നിട്ട് ഇപ്പം എനിക്കറിയില്ല. നമുക്കിപ്പോൾ ഒന്ന് വിളിച്ച് ചോദിക്കാം ഫ്രണ്ടിൻ്റെ എത്രയായിരുന്നു. രശ്മി എന്ന പേര്. വ്യക്തി ഇപ്പോൾ മറ്റൊരു കോളിൽ തിരക്കിലാണ്, ഹോൾഡ് ചെയ്യുക അല്ലെങ്കിൽ ദയവായി അല്പസമയത്തിന് ശേഷം. സമയം ഇപ്പോൾ 10:30 ആട്ടോ, രാത്രി 10:30. അല്ലെങ്കിൽ നമ്മൾ വിളിക്കുമ്പോൾ ആരും എടുക്കാനില്ലല്ലോ. ഹലോ രശ്മി, ഐ വാണ്ട് ടു നോ സംതിങ്. യുവർ ബാറ്ററി ഹെൽത്ത് 89. ഇറ്റ് ഈസ് സെയിം വിച്ച് എൻ്റെ 89 ആണ്. അടിപൊളി. എന്നാ 89 ആയേ? ഇതൊരു ഞാൻ 3 ദിവസം കൊണ്ടായിരുന്നു നോക്കിയിട്ട്. എൻ്റെ ഏകദേശം ഒരു മാസത്തിൽ കൂടുതലായിട്ട് ഒരു 89 തന്നെ നിൽക്കും, പിന്നെ കുറഞ്ഞിട്ടില്ല. ബാറ്ററി ഇപ്പൊ എങ്ങനെ ബാറ്ററി നിക്കുന്നുണ്ടോ? ഓടി നീ പുറത്തൊക്കെ പോകുമ്പോ നിക്കുന്നുണ്ടോ? ഞാൻ പുറത്തൊക്കെ പോയായിരുന്നു, അപ്പൊ ഞാൻ ഉച്ചക്ക് കുത്തിയിട്ടേ, ഞാൻ പിന്നെ ചാർജ് ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ ഉള്ള ചാർജ് വെച്ചാ പോയത്, സീനൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ എനിക്ക് 20% ഞാൻ ഉച്ചക്ക് കുത്തിയിട്ടതാ. എനിക്ക് പുറത്തുനിന്ന് പോകുമ്പോ കിട്ടുന്നില്ലടി. ഞാൻ ലൊക്കേഷൻ ഓൺ ആക്കി ഇട്ടേക്കുവാ. എന്റെ ലൊക്കേഷൻ ഓണാ. നിന്റെ ലൊക്കേഷൻ ഓഫ് ആണോ? എന്റെ ലൊക്കേഷൻ ആണ്. കാരണം ഞാനിവിടെ അല്ലേ, കോഴിക്കോടല്ലേ, അപ്പം സ്ഥലമൊന്നും അറിയത്തൊന്നുമില്ലല്ലോ. അപ്പൊ ഞാൻ ഫോണിന് 10 വർഷം കളഞ്ഞു പോയാൽ നമുക്കിത് ഒരു ഹെൽപ്ഫുൾ ആണല്ലോ. ചാർജ് നിക്കുന്നില്ല, ഒട്ടും നിക്കുന്നില്ല എനിക്ക്. ഹീറ്റ് ഉണ്ടല്ലേ പുറത്ത് പോകുമ്പം? ഓക്കെ. ദെൻ എൻ്റെ ഒരു യൂസ് കേസ് നോക്കുവാണെങ്കിൽ എനിക്ക് പുറത്തോട്ടൊന്ന് പോകുമ്പോൾ ഒരു തരത്തിലുള്ള ബാറ്ററി കിട്ടും. ഞാൻ ലൊക്കേഷൻ ഓൺ ആണ്, ഓഫ് ആക്കിയിട്ടാൽ മേ ബി കുറച്ചുകൂടെ കിട്ടും. പക്ഷേ ഞാനിപ്പം എൻ്റെ ഹോം ടൗണിലല്ല. സോ ഞാൻ ഇവിടൊക്കെ ഒന്ന് പരിചയമാവുന്നവരെ എന്തായാലും ഇത് ഓൺ ആക്കിയിട്ട് തന്നെ ഉപയോഗിക്കാനാണ് എൻ്റെ പ്ലാൻ. എങ്ങനെ പോയാലും പുറത്ത് പോകുമ്പോഴത്തേക്ക് രാവിലെ ഒരു 100% ആക്കി ഇട്ടിട്ട് പോയാലും ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് കഥമാവും. അഫ്കോഴ്സ് നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിലും പെട്ടെന്നാണ് ബാറ്ററി കഥമാവുന്നത്. യൂസ് കേസ് ചെറിയ ഫോണാണ്. സോ ഹാൻഡിൽ ചെയ്യാൻ വളരെ 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 ബ്യൂട്ടിഫുള്ളാണ് കൊണ്ടു നടക്കാൻ. ഒരു കവറ് എപ്പോഴും ഇടാറുണ്ട്, കവറിട്ട് യൂസ് ചെയ്യുക. വെറുതെ ഇത്രയും പൈസ കൊടുത്ത് മേടിച്ച സാധനം കൊണ്ടിട്ട് തല്ലി പൊട്ടിക്കാതിരിക്കുക. ഇത് മെയിൻ ഈ ഒരു ഫോൺ എടുക്കാനുള്ള മെയിൻ പർപ്പസ് ക്യാമറ. ഈ ഒരു ക്യാമറ എങ്ങനെയുണ്ട് പെർഫോം ചെയ്യുന്നത്? 13 ആണോ 14 ആണോ 15 ആണോ ഏറ്റവും ബെറ്ററായിട്ട് ക്യാമറ പെർഫോം ചെയ്യുന്നത്? ഈ ഒരു ക്യാമറ ആസ്പെക്റ്റിൽ നിന്ന് ഇതിലേതെങ്കിലും ചൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? ഡെഫിനറ്റ്ലി ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ.
വളരെ ഡീപ്പായിട്ട് ഒബ്സർവേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ വ്യക്തമായിട്ടുള്ള വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റിസൾട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഈ 14-ൽ 13-നെ അപേക്ഷിച്ച് 14 എന്ന് പറയുന്നത് ഇതിനകത്തൊരു എക്സ്ട്രാ ഫോട്ടോണിക് എൻജിൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. സോ നിങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് ലൈറ്റ് കുറവാണെങ്കിൽ നിങ്ങളെ ഫുള്ളി അങ്ങ് ഒരുമാതിരി കറുപ്പിച്ച് കളയും. പക്ഷെ നിങ്ങൾക്ക് 13-ലൊക്കെയാണ് ആ ഒരു ഫോട്ടോ എടുക്കുന്നതെങ്കിൽ അവിടെ ഒരു ഓറഞ്ച് ടിൻ്റൊക്കെ വന്ന് ഒരു ഓറഞ്ച് ഷെയ്ഡൊക്കെ വന്ന് അതങ്ങ് കുറച്ച് കാണാൻ രസമാവുന്ന ഒരു രീതിയിൽ അങ്ങ് ആക്കിയെടുത്തോളും. സോ ഇതിൻ്റെ പ്രോസസ്സിങ് കുറച്ച് ആ ഒരു പോയിന്റ് ഓഫ് വ്യൂന്ന്. പക്ഷേ അതേ ഓവർ പ്രോസസ്സിങ് കൊണ്ട് വേറൊരു ഗുണമുണ്ട്. ഇപ്പോൾ നമ്മൾ ഫോട്ടോ ഒക്കെ കുറച്ച് സൂം ചെയ്തെടുക്കുക, 13 എടുക്കുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ മോർ ഷാർപ്പനിലായിട്ടുള്ള ഒരു ബെറ്റർ ഔട്ട്പുട്ടാണ് 13 നിന്ന് 14-ൽ കിട്ടുന്നത്. പിന്നെ പ്രധാനമായിട്ട് വരുന്ന ഒരു വ്യത്യാസം പറഞ്ഞാൽ സിനിമാറ്റിക് മോഡിൽ 13-ൽ 1080p 24 FPS മാത്രമേ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതേ പക്ഷം സിനിമാറ്റിക് മോഡിൽ 14-ലാണെങ്കിൽ 4K 30 ഫ്രെയിം/സെക്കൻഡ് വരെ നമുക്ക് എടുക്കാൻ പറ്റും. സെയിം 50 മിനിറ്റ് വരുവാണെങ്കിൽ നിങ്ങൾ നോക്കേണ്ട ആസ്പെക്റ്റ് എന്നാണ്. നിങ്ങൾ ഒരുപാട് പോർട്രേറ്റ് മോഡിൽ ഫോട്ടോ ഒക്കെ എടുക്കുന്നതാണ്, അത്യാവശ്യം ഇപ്പോഴും കുറച്ച് സൂം ചെയ്തെടുക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് പ്രോ വേരിയൻറ്റ് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ 15 ഈസ് ദ ബെസ്റ്റ് ചോയ്സ്. കാരണം അതിനകത്ത് 2x വരെ പുഷ് ചെയ്ത് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റും. പോർട്രേറ്റ്സ് എടുക്കുകയാണെങ്കിൽ 2x ഇടുമ്പോഴത്തേക്ക് ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്നത്. സോ വളരെ രസകരമായിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് ഇത് കിട്ടുന്നത്. വേറൊരു തരത്തിലും വലിയ ഡിഫറൻസ് തോന്നാൻ പോകുന്നില്ല. വീഡിയോ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിലും വളരെ സ്ലൈറ്റ് ആയിട്ടുള്ള ഡിഫറൻസ് മാത്രമേ അത് ഒരു റിയൽ ലൈഫിൽ അത്രമാത്രം പ്രാക്ടിക്കാലിറ്റി ഉണ്ടെന്ന് നമുക്ക് നോക്കാൻ പറ്റത്തില്ല. സോ 13-ലും 14-ലും 15-ലും തമ്മിലുള്ള ക്യാമറ ഡിഫറൻസ് ഇതൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഒരു താല്പര്യം കാണുമല്ലോ. നിങ്ങൾ സിനിമാറ്റിക് വീഡിയോസ് എടുക്കുന്ന നിങ്ങളുടെ പ്രയോറിറ്റി, അല്ലെങ്കിൽ നിങ്ങൾ ഫോട്ടോസ് മാത്രം കാഷ്വൽ ഫോട്ടോസ് മാത്രം എടുക്കുന്ന നിങ്ങളുടെ പ്രയോറിറ്റി, അല്ലെങ്കിൽ പോർട്രേറ്റ് ഫോട്ടോസൊക്കെയാണ് നിങ്ങളുടെ പ്രയോറിറ്റി. അത് വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്യുക ഏതാണ് നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻ എന്ന്. അല്ല, ആരെ പറഞ്ഞ ഐഫോണിൽ ബഗ്ഗില്ലെന്ന്? ചന്നം ഭിന്നം ബഗ് വരും. എസ്പെഷ്യലി ഒരു സ്റ്റോറേജൊക്കെ കുറച്ചൊന്ന് ഫുള്ളാവാറായ തീർന്ന്. അത് സ്റ്റോറേജിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇത് 128 വേരിയൻ്റാണ്. എന്നെപ്പോലെ ഒരാൾക്ക് ഒരിക്കലും ഈ 128 കൊണ്ട് ഈ പഞ്ചായത്ത് ജീവിക്കാൻ, ഈ ലോകത്ത് പോലും ഈ 128 കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല. എടുക്കുമ്പം അത്യാവശ്യം കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുമെന്നുണ്ടെങ്കിൽ ഒരു 256 512 ഒക്കെ എടുക്കുക. പൈസ ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് വെച്ചിട്ട് എടുക്കുക. അല്ലെങ്കിൽ പിന്നെ എടുത്ത് കഴിഞ്ഞിട്ട് പെടാപ്പാട് വിടും. പിന്നെ അല്ലെങ്കിൽ ഒരു ഹാർഡ് ഡിസ്കൊക്കെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുക്കാന്ന് വെച്ചാൽ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആൻഡ് നിങ്ങൾക്കൊരു 4K ഒന്നും എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് 128 എടുക്കാൻ നിൽക്കരുത്. ആൻഡ് നിങ്ങൾക്ക് 1080p എടുക്കുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി നീട്ടി ഞാൻ എപ്പോഴും 1080p വിഷ്വൽസ് മാത്രമാണ് എടുക്കാറ്. 4K 1080p എടുത്തിട്ട് ഇപ്പം എപ്പോഴും ഫുള്ളായിട്ട് കൊണ്ട് നടക്കുക. പെർഫോമൻസ് ഓറിയൻറ്റഡ് ഗെയിമിംഗ് പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ ഞാൻ പബ്ജി കളിക്കുമ്പോൾ വളരെ സ്റ്റേബിളാണ്. പബ്ജി കളിക്കുമ്പോൾ പെർഫോമൻസ് അതിൻ്റെയും ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇൻ ആസ്പെക്റ്റ് ഓഫ് ബാറ്ററി ആൻഡ് അതർ കമ്പാർട്ട്മെൻറ്റ്സ് 13-ൽ കുറച്ചുകൂടെ ശോക അവസ്ഥയാണ്. ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, 13-ൽ പെട്ടെന്ന് അടിച്ചു പോകുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അതിനകത്ത് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 13 പെട്ടെന്ന് അടിച്ചു പോകുന്നുണ്ട്, തേങ്ങയാണ് മാങ്ങയാണെന്ന് പറഞ്ഞിട്ട്. അപ്പം ആ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് 13 ഒരു പേടി സ്വപ്നമാണ് പലർക്കും. സോ അങ്ങനെ എന്തെങ്കിലും പേടി ഉണ്ടെങ്കിൽ 14-ലേക്ക് പുഷ് ചെയ്തിട്ട് എടുക്കുക. ഞാൻ ആർക്കും അങ്ങനെ 13 പ്രത്യേകിച്ച് പ്രിഫർ ചെയ്യാറില്ല. ഇപ്പോൾ അത്തരം പൈസ ഇല്ലെങ്കിൽ മാത്രമേ ഞാൻ ഒരു 13 എന്നാൽ പിന്നെ 13 എടുത്തോ എന്നുള്ളൊരു രീതി പറയത്തുള്ളൂ. നിങ്ങളൊരു ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്ന ഒരാളല്ല, പക്ഷെ നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ നടന്നു പോകണമെങ്കിൽ 13 ഇനഫാണ്. സോ നിങ്ങൾക്ക് ചാർജ് ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമാണെങ്കിൽ നിങ്ങൾ ഈ സാമാനം എടുക്കാൻ നിൽക്കരുത്. എൻ്റെ പൊന്നെ വലിപ്പിക്കും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ 15+ എടുക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ബാറ്ററി നിൽക്കുന്നതെന്നാണ് കേട്ട് കേൾവി. സോ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നമ്മുടെ മിസ് ഹുസബോസും തേങ്ങ ആരൊക്കെയൊക്കെയോ ടെസ്റ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പം S23 ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 15+ ആണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടുന്നത്. സോ ഇതിൻ്റെ UAയും കാര്യങ്ങളൊക്കെ വളരെ വളരെ കിടിലമാണ്. ആ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നും സാംസങ് S23യുടെ ക്യാമറ UAയും ഐഫോണിൻ്റെ ക്യാമറ UAയും കൂടെ വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ബട്ടറി സ്മൂത്താണ് ഐഫോണിൻ്റെ ക്യാമറ UA. ഐഫോണിൻ്റെ സിനിമാറ്റിക് മോഡും സാംസങ് S23യുടെ സിനിമാറ്റിക് മോഡും എനിക്ക് ഇഷ്ടമല്ല. ഈ സാംസങ്ങിൻ്റെ സിനിമാറ്റിക് മോഡ് എന്തോ അതിനകത്ത് ബ്ലർ എന്ന് പറയുന്നത് ഐഫോണിൽ കിട്ടുന്ന ബ്ലറല്ല, വേറൊരു ടൈപ്പ് രീതിയിലുള്ള പല രീതിയിലുള്ള ഒരു ബ്ലർ ഉണ്ടല്ലോ. ഗോഷ്യൻ ബ്ലർ, നാച്ചുറൽ ബ്ലർ, ഫാസ്റ്റ് ബ്ലർ, അങ്ങനെ പറയുന്ന പല ബ്ലറിൽ ഐഫോണിൻ്റെ ആ ഒരു ഇമേജ് എഡ്ജിങ്ങും സംഭവങ്ങളാണ് കറക്റ്റായിട്ട് എനിക്കിഷ്ടം. അല്ലാതെ തന്നെ ഇപ്പോൾ വീഡിയോസ് റെക്കോർഡ് ചെയ്യുമ്പോഴാണെങ്കിലും
നമ്മൾ ഈ ക്യാപ് കട്ടിലൊക്കെ HDR ഓൺ ആക്കിയിട്ടുള്ള ഒരു എഫക്റ്റ് ഇല്ലേ, അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഔട്ട്പുട്ടാണ് സാംസങ് S23 എന്ന് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവുന്നത്. പക്ഷേ ഐഫോണിൽ എന്ത് ബട്ടറി സ്മൂത്ത് ആയിട്ടുള്ള ഒരു വീഡിയോ പെർഫോമൻസ് ആണ്. സോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ സാംസങ് S23, S24 ലൈക്ക് അങ്ങനെയുള്ള പ്രീമിയം ഫോൺസിൽ നിന്ന് വരുന്ന ആ ഒരു ക്യാമറ ഔട്ട്പുട്ട്? ഈ ഒരു ഐഫോൺ വാങ്ങുന്നതിന് മുന്നേ ഐഫോണിനകത്ത് എങ്ങനെ ഉപയോഗിക്കുന്നതിന് ദിസ് ഈസ് മൈ ഫസ്റ്റ് എവർ ഐഫോൺ ഇൻ മൈ ലൈഫ് ഹിസ്റ്ററി. സോ ഇത് മേടിച്ചിട്ടാണ് ഇതിനകത്ത് ഓരോ തേങ്ങയും ചെയ്ത് പഠിച്ചതും ഇതിനകത്തുള്ള ട്രിക്സും മാപ്പും തേങ്ങയും എല്ലാം ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളത്. സോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചോദിക്കാനും പറയാനുണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക, ഞാൻ അതിനുള്ള ആൻസർ പറ്റുന്നതൊക്കെ തരുന്നതായിരിക്കും. സോ എന്നെക്കൊണ്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിലും ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പിന്നെ നമ്മൾ 13, 14, 15 എല്ലാം വെച്ചിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ ക്യാമറ ആസ്പെക്ട്സ് മാത്രമല്ല എല്ലാ തരത്തിലുള്ള ഒരു ആസ്പെക്ട്സും വെച്ചിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നതാണ്. സോ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയുക. നിങ്ങൾക്ക് മേടിക്കാൻ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ആ ഒരു വീഡിയോ ചെയ്യാം. ഞാൻ വളരെ ഇൻഡെപ്ത് ആയിട്ട് അനലൈസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബ്രോ സൈനിങ് ഔട്ട്.